ദുബായിൽ അല്ലെങ്കിൽ ട്രാഫിക് ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ബൈക്ക് നമുക്ക് അത്യാവശ്യം, അല്ലെങ്കിൽ ബൈക്കിൻ്റെ ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. ഇത് ചെയ്യാൻ പാടുണ്ടോ ഇല്ലയെന്നറിയില്ല, പക്ഷേ നമ്മൾ ചെയ്തു. ഇത് നിൽക്കുന്നു നമ്മുടെ വണ്ടി. ഇവിടെ ഇനി എന്നും സ്ലിപ്പാവുന്നു. ഓക്കെ, നമ്മളൊരു റിസ്ക് എടുക്കാൻ പോവാണ്. ഇങ്ങനെ ഇറങ്ങാൻ പറ്റുമോ? ഇങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു ആ ഫുട്പാത്തിൻ്റെ മേലെ കയറ്റിയത്. ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗിൻ്റെ POV ഇതെന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ പരിപാടി ഈ വാച്ച് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സെയ്ക്കോ 5 സ്പോർട്ട് എന്ന് പറഞ്ഞ വാച്ചാണ്. ഞാൻ ഇത്രയും കാലത്തിനടുക്ക് വാങ്ങിയാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു വാച്ചാണിത്. നിങ്ങൾ കുറേ എൻ്റെ G-Shockൻ്റെ വാച്ച് കണ്ടിട്ടുണ്ടാവും, യെല്ലോ കളർ, അതും ഇതും. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അത്ര ഭയങ്കര എക്സ്പെൻസീവ് അല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഞാനൊന്ന് വാങ്ങിയത് എത്ര 1000 ദിർഹംസോ അങ്ങനെ എന്തുകൊണ്ട് വാങ്ങിയത്, പക്ഷേ വെൽ വർത്ത് ഇറ്റ്. ആ കൊടുത്ത കാശിന് മുതലാണ്. അപ്പോൾ ഇന്നത്തെ റൈഡ് എന്താ വെച്ചാൽ, ഈ ബ്രേസ്ലെറ്റ്, ഈ സാധനം നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ ജൂബിലി ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞൊരു ബ്രേസ്ലെറ്റ് ഉണ്ട്. എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല, ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇത് നോർമൽ ഇതിൻ്റെ കൂടെ വരുന്ന ബ്രേസ്ലെറ്റ് ആണ്. സെയ്ക്കോടെ തന്നെ ജൂബിലി, ഇത് സെയ്ക്കോടെ ആണ്. ഇതിൻ്റെ ജൂബിലി ബ്രേസ്ലെറ്റ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ GMT വേർഷൻ ഉണ്ട്. GMT വേർഷനിൽ വരുന്ന സെയ്ക്കോടെ ജൂബിലി ബ്രേസ്ലെറ്റ് ഉണ്ട്. ഇപ്പോൾ റോളക്സിൻ്റെ ഒക്കെ ടൈപ്പ് ബ്രേസ്ലെറ്റ്, റോളക്സിൻ്റെ ഏതാണ്, ബാറ്റ് ഗേൾ, അതിൻ്റെ ഒക്കെ കുറേ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും ബൈക്കും കൊണ്ട് ഇറങ്ങാന്ന് വെച്ചു. അപ്പോൾ ഇത് ചെയ്യുന്നത് സെയ്ക്കോടെ മോഡിങ് ഉണ്ട്. അതായത് സെയ്ക്കോ മോഡ്സ് എത്ര പേർക്ക് അറിയില്ലെങ്കിൽ, ഇപ്പോൾ ഈ സെയ്ക്കോടെ ഈ എഞ്ചിനും, അതായത് ഇതിൻ്റെ ഈ മൂവ്മെൻറ്റും ബാക്കി കാര്യങ്ങളും വെച്ചിട്ട് റോളക്സിൻ്റെ അതുപോലെ ഇറക്കുന്ന കുറേ ടീംസ് ഉണ്ട്. അവരാണ് സെയ്ക്കോ മോഡ് എന്ന് പറയുന്നത്, സെയ്ക്കോ മോഡ് ചെയ്യുന്ന ടീം. അപ്പോൾ ഇവിടെ ദുബായിൽ സെയ്ക്കോ മോഡ്സ് ദുബായ് എന്ന് പറഞ്ഞൊരു പേജിനുണ്ട്. ഇപ്പോൾ എന്താ SVK വാച്ചസ് എന്തോണം, അതിൻ്റെ ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കാം. അപ്പോൾ അവിടെ സൈമൺ എന്ന് പറഞ്ഞ ആളാണ് മോഡിങ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ കയ്യിൽ സെയ്ക്കോടെ തന്നെ ജൂബിലി ബ്രേസ്ലെറ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ പോയിട്ട് അയാളുടെ അടുത്ത് നിന്ന് ഇത് മാറ്റിയിട്ട് നമുക്ക് ജൂബിലി ബ്രേസ്ലെറ്റ് ഇട്ടാം. എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ഏകദേശം റോളക്സ് വൈബ് കിട്ടേണ്ടതാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയി ഈ പരിപാടി അങ്ങ് തീർത്തേക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. എനിക്കത് കഴിഞ്ഞ ദിവസം നമ്മൾ സെയിം ഡ്രസ് ഇട്ടിട്ടാണ്. ഒന്നുകിൽ ഈ മണി ഹാസിന്റെ ടീഷർട്ട്, ഇല്ലാതെ മറ്റേ ഒരു മസ്റ്റേർഡ് കളർ ടീഷർട്ട് ഉണ്ടല്ലോ, ഇതിലേതെങ്കിലും. അതിന് സ്ഥിരം റിച്ചറിന്റെ ഷോർട്സും സെയിം ബട്ട് ഡിഫറെന്റ്, സ്റ്റിൽ ദ സെയിം. അപ്പോൾ നമുക്ക് ആദ്യം ഫോൺ ഇവിടെ ഇരിക്കട്ടെ, എല്ലാം പോക്കറ്റിലിരിക്കട്ടെ, എല്ലാം ആവശ്യം ഉണ്ടാവും. ഇത് നമുക്ക് ഇന്ന് എടുക്കണ്ട, ഇത് നമുക്ക് തിരിച്ച് വണ്ടി കൊണ്ടുവെക്കാം. ഇന്ന് വണ്ടികളൊന്നും കാണുന്നില്ല കേട്ടോ അധികം. നോർമലി ഇവിടെയൊക്കെ വണ്ടി ഉണ്ടാവാറുള്ള. എന്തായാലും നേരെ നമുക്ക് വണ്ടിയിലോട്ട് പോവാം. ഇത് വണ്ടിയിൽ വെച്ചിട്ട് പോവാം. നമ്മൾ പോകുന്ന സൈമണിൻ്റെ സ്ഥലം കുദ്ര സൈഡിലാണ്. അപ്പോൾ നമുക്ക് ആ സൈഡിലോട്ട് പോകാനുള്ളത്. വണ്ടി ഇതിൻ്റെ ചെളി നോക്കിയേ, പൊടി. അപ്പം അയ്യോ, ഇവിടെ എങ്ങനെ ഒരു സാധനം ഉള്ളത് ഞാൻ മറന്നുവല്ലോ. എനിവേസ്, ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് തിരികെ വെച്ചാൽ തൽക്കാലത്തേക്ക് ജസ്റ്റ് ഫോർ എ ഹൊറർ. ഓക്കെ, തിരിച്ചു വന്നിട്ട് നമുക്ക് ഇങ്ങോട്ടനെ വെക്കാം. അപ്പോൾ അവിടെ ഇരിക്കട്ടെ. പാർക്കിംഗ് എല്ലാം കാലിയായി കിടക്കുക. ഇതേ നിൽക്കുന്നു നമ്മുടെ വണ്ടി. ഫോഗ് ലാമ്പ് എല്ലാം ഓഫാണ്. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കട്ടെ. നമുക്കിനി വണ്ടി എടുത്ത് സ്ഥലം വിടാം. ഗ്ലവ്സ് വേണം. തിരിച്ചു വരുമ്പോൾ ഈ ബ്രേസ്ലെറ്റ് മാറിയിട്ടുണ്ടാവും. അതാണ് നമ്മുടെ ടാർഗറ്റ്. ഇതൊക്കെ ഇങ്ങനെ ഗ്ലൗസും കൊണ്ട് ക്ലീൻ ചെയ്ത് പെട്രോൾ ഉണ്ട്, കാശ് എടുത്തിട്ടുണ്ട്, എല്ലാം സെറ്റല്ലേ. പോയേക്കാം. ഇതൊരു വലിയ കുഴപ്പമില്ല കേട്ടോ. ഭയങ്കര തണുപ്പൊന്നുമില്ല, ചൂടില്ല. നമ്മുടെ വിൻഷീൽഡ് പിന്നെയും ചെളിയാണ് എപ്പോഴും, ഓൾവേസ് ദ സെയിം. ഓട്ടോമാറ്റിക് ആകുന്നതിൻ്റെ ഒരു സുഖം. ഗിയർ ചേഞ്ച് ചെയ്യണ്ട, വണ്ടി അങ്ങനെ ആക്റ്റീവ് ഓടിക്കുന്ന പോലെ ഓടിച്ചാൽ മതി. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇന്ന് ഫുൾ മൂൺ ആണല്ലേ. ഇത് കണ്ടോ, ചന്ദ്രൻ, ആകാശത്ത് ചന്ദ്രനെ കാണുന്നില്ലേ, ഫുൾ മൂൺ ആണെന്ന്. ഇന്ന് ഞാൻ ഒരു എന്താ പറയുക, ദേറ ഭാഗത്ത് പോയി, കിസേഴ്സ് ഭാഗത്ത് പോയി. മുടിഞ്ഞ ട്രാഫിക് എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ ട്രാഫിക്. എസ്പെഷ്യലി ദേറയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഭാഗം. ഇവിടെ എന്നും സ്ലിപ്പാവുന്നത്. ഇന്ന് കുഴപ്പമില്ല. അത് ചന്ദ്രേട്ടൻ ഈസ് ഫുൾ ഓൺ ഷൈനിങ്. അയ്യോ, ചന്ദ്രനെ നോക്കി റോഡിൻ്റെ സൈഡിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കോപ്പ്. വലിയ എന്താ പറയുക, റോളൊക്കെ ഇട്ട് പോയി വണ്ടി കൊണ്ട് മൂക്ക് കുത്തി വീണാൽ അത് റൈഡിങ് ഗിയർ പോലും ഇട്ടിട്ടില്ല. ഞാൻ ഇന്നലെ മല്ലു റൈഡേഴ്സ് എന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ, നമ്മുടെ മല്ലു റൈഡേഴ്സ് ഗ്രൂപ്പിൽ വീഡിയോ അന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. മല്ലു റൈഡേഴ്സ് നമ്മുടെ സീസൺ സ്റ്റാർട്ട് റൈഡ് പോയി കണ്ടു. കിണ്ണനായിരുന്നു, നല്ല രസമായിരുന്നു. ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഇന്നോ ഇന്നലെ എങ്ങാനും കണ്ടു. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. വെൽക്കം ടു ടോസ്റ്റഡ് ത്രോട്ടിൽസ്. വെൽക്കം ബാക്ക് ടു ടോസ്റ്റഡ് ത്രോട്ടിൽസ്. ടോസ്റ്റഡ് ത്രോട്ടിൽ എന്നല്ലേ, ത്രോട്ടിൽ എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ തന്നെ പറഞ്ഞു. എനിവേ, ലൈഫ് അപ്ഡേറ്റ്സ്. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചു, നമ്മൾ കഴിഞ്ഞ ദിവസം എന്തൊക്കെയായിരുന്നു, നമ്മുടെ ജലദോഷം കാര്യങ്ങളൊക്കെ വളരെ ബെറ്ററാണ്. ഒരു ഇച്ചിരി ജലദോഷം ബാക്കിയുണ്ട്, അത് തന്നെ പൊക്കോളും, കുഴപ്പമില്ല. പിന്നെ ഞായറാഴ്ച സ്ഥിരം എന്നത്തെയും പോലെ നമ്മൾ ഓപ്പൺ മൈക്ക് പരിപാടികളും കാര്യങ്ങളെല്ലാം ബിസിനസ് വേയിൽ നടന്നു. നാളെ എനിക്കൊരു ഓഡിഷൻ ഉണ്ട്, നാളെ വൈകുന്നേരം. അത് കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്.
അതാകുമ്പോൾ കുറച്ചുകൂടെ പരിപാടികൾ പ്രോഗ്രാംസ് ഒന്നുകൂടെ തിരക്കാവണം കാശുണ്ടാക്കണ്ടേ. അപ്പോൾ അത് അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ വേറെ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്? വേറെ ഇപ്പോൾ 2 ദിവസമായിട്ട് എനിക്ക് ഇതുപോലെ ഇന്നലെ രാത്രി ഞാൻ വണ്ടി കൊണ്ടൊന്ന് ഇറങ്ങാനുള്ളൊരു നല്ല മൂഡുണ്ടായിരുന്നു. ഇന്നലെ വീട്ടിലെത്തിയപ്പോഴേക്കും ഭയങ്കരമായിട്ട് എന്താ പറയുക ടയേർഡായി. പക്ഷെ എന്നാലും ഈ ചില സമയങ്ങളിലുണ്ടാവുമല്ലോ നമുക്ക് ബൈക്ക് ഓടിക്കാനുള്ള ത്വര കൂടി നിൽക്കുമ്പോൾ പക്ഷെ എന്നാലും ശരീരം കൊണ്ട് നല്ല എന്താ ടയേർഡായിട്ട് ഇരിക്കുകയും ചെയ്യും. ആ ഒരു അവസ്ഥയായിരുന്നു ഇന്നലെ. പിന്നെ ഞാനത് വേണ്ട, വെറുതെ പുഷ് ചെയ്യണ്ട. കാരണം ഇന്നലെ ഭയങ്കര ഹെവി ആയിരുന്നു. ഇന്നലെ അറിയാം ഞായറാഴ്ചകളിൽ നമുക്ക് ബിസിനസ് ബേയിൽ ഓപ്പൺ മൈക്ക് ഉണ്ടാവും. ഓപ്പൺ മൈക്ക് നടത്തുന്നത് നമ്മളാണ്. അപ്പോൾ അതിൻ്റെ ക്ഷീണം എല്ലാം കൂടെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ശരീരത്തിന് റെസ്റ്റ് വേണം, നമുക്ക് റെസ്റ്റ് കൊടുത്തേക്കാം. അങ്ങനെ റെസ്റ്റ് ചെയ്തു ഇന്ന് ആരെങ്കിലും എനിക്ക് അതിൻ്റെ ഇടയിൽ കറാമേര് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒരു റൈഡ്, വെറുതെ കറാമേര് പോയി ജസ്റ്റ് ഒന്ന് ചുറ്റി അടിച്ചിട്ട് വരാൻ. കറാമ നമ്മുടെ ഹബ്ബല്ലേ, നമ്മുടെ മലയാളികളുടെ ഹബ്ബല്ലേ കറാമ. ഒരുപാട് പേരുള്ള സ്ഥലമാണ് കറാമ. അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ കാര്യം ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ സ്ട്രാപ്പല്ല, ഇതിനെന്താ പറയുക, ബ്രേസ്ലെറ്റ് ചേഞ്ച് ചെയ്യണം സ്റ്റീലിൻ്റെ. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്തിട്ട് ജൂബിലി ബ്രേസ്ലെറ്റ് ആണ് നമ്മൾ ആക്കാൻ പോകുന്നത്. ജൂബിലി ബ്രേസ്ലെറ്റ് അവിടെ മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണാം എന്താണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരുവിധം എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന റോളക്സിൻ്റെ ബ്രേസ്ലെറ്റ് മോഡലാണ് ജൂബിലി ബ്രേസ്ലെറ്റ്. അപ്പോൾ സെയ്ക്കോടെ തന്നെ ജൂബിലി ബ്രേസ്ലെറ്റ് ഉണ്ട്. അപ്പോൾ ഈ സൈക്കോ വാച്ചുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല കിണ്ണം വാച്ചുകളാണ്, പക്ഷേ വലിയ വിലയൊന്നുമില്ല. പക്ഷേ കിട്ടില്ല വാച്ചുകളാണ്. അത് ഓട്ടോമാറ്റിക്കാണ്. വർഷങ്ങൾ ഡെക്കേഡ്സ് 1070 വർഷമോ എന്തോ പഴക്കമുള്ള വാച്ച് ബ്രാൻഡാണ്, ജാപ്പനീസ്. നല്ല ബ്രാൻഡാണ്. അപ്പോൾ ഈ സൈക്കോടെ ഇപ്പോൾ ജി ഷോക്ക് പറഞ്ഞ പോലെയാണ്. സൈക്കോടെയും ജി ഷോക്കിൻ്റെയും പ്രത്യേകത എന്ന് വെച്ചാൽ മോഡിങ് കമ്മ്യൂണിറ്റി ഭയങ്കരമാണ്. ഇപ്പോൾ നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഗെയിം മോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാച്ച് മോഡിങ് കമ്മ്യൂണിറ്റിയിൽ ഭയങ്കരമായിട്ട് നിൽക്കുന്ന 2 ബ്രാൻഡുകളാണ് സൈക്കോയും ജി ഷോക്കും. ജി ഷോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വാച്ചാണ്. നമ്മൾ കെട്ടാറുള്ള യെല്ലോ. അത് എന്തോ അത് സോളാർ ആയതുകൊണ്ട് സ്ഥിരമായിട്ട് പുറത്ത് കെട്ടാത്തതുകൊണ്ട് ഇടയ്ക്ക് അത് സ്ലോ ആവും. അപ്പോൾ അതുകൊണ്ട് ഞാനതിപ്പോൾ അധികം അതൊക്കെ കിട്ടാറില്ല. ഇതാണിപ്പോൾ സ്ഥിരം എൻ്റെ ഡെയിലി ഡ്രൈവർ. അപ്പോൾ സൈക്കോ മോഡിങ് കമ്മ്യൂണിറ്റി ഭയങ്കരമാണ്. അപ്പോൾ ഇവിടെ ദുബായിൽ ഞാൻ തപ്പി നോക്കി അവസാനം ദുബായിൽ ഒരു സൈക്കോ മോഡർ ഉണ്ട്. അത് അയാളെടുത്തോട്ട് നമ്മൾ പോകുന്നു, സൈമൺ എന്ന് പറഞ്ഞിട്ട്. ബ്രിട്ടീഷുകാരനാണെന്ന് തോന്നുന്നു, പോയി നോക്കാം, കണ്ടിട്ട് തോന്നുന്നു. എന്തായാലും യൂറോപ്യനാണ് അയാൾ. നല്ല കിഡിലൻ മോഡ് ഞാൻ മിക്കവാറും ഇതിൽ സ്ക്രീൻഷോട്ട് ഇടാം വീഡിയോയിൽ, അയാളുടെ പേജ്. നിങ്ങളൊന്ന് പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല അതായത് പ്രോപ്പർ നമ്മുടെ ഇതുപോലെ റോളക്സ് പോലെ പണിയുന്നുണ്ട് സൈക്കോടെ വാച്ച് വെച്ചിട്ട്. സൈക്കോടെ മൂവ്മെൻറ്റ്, സൈക്കോടെ എൻജിനെല്ലാം വെച്ച് വാച്ചിൻ്റെ കാരണം എല്ലാം ഒരുവിധം എല്ലാം ഓട്ടോമാറ്റിക് കൊണ്ട് ഇതെല്ലാം പണിയുന്നത്. കിണ്ണം വർക്ക് അതും വലിയ വിലയില്ല. ഞാനിപ്പോൾ വാങ്ങി സെയിം വാച്ചിൻ്റെ പ്രൈസ് 1000-1200 ദിർഹംസ് കൊണ്ട് പക്ക റോളക്സ് പോലെ തോന്നുന്ന സൈക്കോ മോഡ് ചെയ്ത് കിട്ടും. പക്ഷേ ഇപ്പോൾ നമുക്ക് അത്രയും ബജറ്റ് ഇല്ലാത്തതുകൊണ്ട് സ്ട്രാപ്പ് എന്തായാലും മാറ്റിയേക്കാന്ന് വെച്ചു. പിന്നെ അവിടെ ഏതെങ്കിലും സൈക്കോടെ അയാളുടെ വർക്ക് ചെയ്ത് വെച്ച ഏതെങ്കിലും പീസ് ഉണ്ടെങ്കിൽ അതെടുത്ത് കാണിച്ചു തരാം. അയാൾ ഫിൽം ചെയ്യുന്നത് ഓക്കെ ആണോ എന്നറിയില്ല, ചോദിച്ചു നോക്കാം വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോന്ന്. അപ്പോൾ ഇല്ലെങ്കിൽ അവിടുന്ന് കാണിച്ചു തരാം. പിന്നെ അപ്പോൾ അയാളെ പേജ് ഒന്ന് കയറി നോക്കുക. ആർക്കൊരു വാച്ച് താല്പര്യങ്ങളുള്ളവരുണ്ടെങ്കിൽ പേജ് ഒന്ന് കയറി നോക്കുക. എനിക്ക് വാച്ചിനോട് ഭയങ്കര കമ്പമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൊക്കിൽ ഒതുങ്ങാവുന്ന വാച്ചുകൾ ഇതൊക്കെയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ വാച്ചുകളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ആർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പേജ് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല കിടിലം വർക്ക്. അപ്പോൾ അതാണ്. അപ്പോൾ അതെന്തായാലും ചെയ്യണം കുറേ കാലമായി. എനിക്കൊന്ന് 2023 ഞങ്ങൾ വാട്സപ്പിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കിങ്ങനെ ബ്രേസ്ലെറ്റ് വേണം, ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല, എന്തോ കാരണം കാണും. പിന്നെ അതങ്ങനെ അവിടെ ഇട്ടു. 2 ദിവസം മുന്നെയാണ് ഞാൻ ആലോചിച്ചത് ഇതൊന്ന് മാറ്റിയാലോ ബ്രേസ്ലെറ്റ്. അപ്പോൾ മെസ്സേജ് അയച്ചു നോക്കി, ഇവിടെ പഴയ ചാറ്റൊക്കെ അവിടെ കിടപ്പുണ്ട്, എന്തായാലും അത് പോയിട്ട് അങ്ങ് ചെയ്തേക്കാന്ന് വെച്ചു. അപ്പോൾ പോകുന്നതല്ലേ, വെതറും അത്യാവശ്യം നല്ലതല്ലേ, അപ്പോൾ പിന്നെ എന്തായാലും ഒരു റൈഡ് അങ്ങ് പാസ്സാക്കിയേക്കാം എന്ന് വെച്ചു. ഇതെന്താ ഇവിടെ നല്ല പാർക്കിങ്ങും ആൾക്കൂട്ടെല്ലാം, ക്യാമ്പിംഗ് ഏരിയ അല്ലേ തോന്നുന്നു. ഒരുപാട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഈ ഏരിയ. ആർക്കും ഇത് അക്കാഡമിക് സിറ്റി അല്ലേ ഇത്? അതെ. അപ്പോൾ നമ്മളിനി നേരെ പോയിട്ട് ഇവിടുന്ന് ഫസ്റ്റ് റൗണ്ട് ബോട്ട്, അത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് ബോട്ടിൽ നിന്ന് ലെഫ്റ്റ് എടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് 6th ലെവലിലോട്ടാണ്. 6th ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് എക്സിറ്റ് 34 എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു യൂ ടേൺ അടിക്കാൻ പറ്റും. ആ യൂ ടേൺ അടിച്ചാൽ റൈറ്റ് പിടിച്ച് ഒരു യൂ ടേണും കൂടെ അടിച്ചാൽ നമുക്ക് ഇയാളുടെ സ്ഥലങ്ങളിലോട്ട് പോകാം. ആ സ്ഥലത്തിന് പേരുണ്ട്, ഞാൻ മറന്നുപോയി. കുദ്ര റോട്ടിൽ തന്നെയാണ്. ഗ്രീൻ വുഡ്സ് അല്ല, എന്താണ്, ടൈഗർ വുഡ്സ് അല്ല, ടൈഗർ വുഡ്സ് അങ്ങനെ എന്തോ ഒരു വുഡ്സാണ്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇയാളുടെ വില്ലയിൽ തന്നെയാണ് ഇയാൾ ഈ പണിയെല്ലാം ചെയ്യുന്നത്. വൈസർ തുറന്നിട്ട് ഓടിക്കാൻ ഒരു പ്രത്യേക സുഖം. എമിറേറ്റ്സ് റോഡ് അങ്ങോട്ടോ? ഇത് ഫസ്റ്റ് റൗണ്ട് ബോട്ട്. ഈ റൗണ്ട് ബോട്ടല്ല, കോപ്പ് അടുത്ത റൗണ്ട് ബോട്ടായിരുന്നു. ആടാ
എന്തായാലും ഇത് അങ്ങോട്ട് പോകുമോ നോക്കാം. കാരണം നമുക്ക് 611 കയറണ്ടേ. ഷിറ്റ്, സംസാരിച്ച് നമ്മുടെ എന്തായാലും 611 കയറണം. ഇതെങ്ങനെയെങ്കിലും അവിടെ എത്തും, ഉറപ്പാണ്. നമുക്ക് അങ്ങോട്ട് എത്തിക്കാം. ഈ ചന്ദ്രേട്ടൻ കണ്ട ഫുൾ മൂണായിട്ട് അവിടെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് അമ്പട പൊളുസോ. ആ ലൈറ്റ് കാണുന്ന, റൈറ്റിൽ ലൈറ്റ് കാണുന്ന അത് 611 ആയിരിക്കണം. ഇതൊന്ന് ഇങ്ങനെ പോയിട്ട് റൈറ്റ് എടുത്താൽ 611. യെസ്, കയറാൻ പറ്റും. അതോ നമുക്ക് അങ്ങോട്ട് തന്നെ, ഇവിടെ യൂ ടേണും ഇല്ല, പൊളിച്ച്. ഇവിടെ ഒരു സൈൻ ബോർഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ആ, സൈൻ ബോർഡുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് എമിറേറ്റ്സ് റോഡാണ് കയറേണ്ടത്. എമിറേറ്റ്സ് റോഡിന് അല്ലെങ്കിൽ എമിറേറ്റ്സ് റോഡ് നേരെ ചെന്ന് റൈറ്റ് പിടിക്കണം. ഓക്കെ, യു ഗോട്ട് ഇറ്റ്. അയ്യോ, ഇത് റോഡല്ലേ, ഷിറ്റ്. അത് ബസ് സ്റ്റോപ്പായിരുന്നു. ഈ ഓഫ് റോഡൊക്കെ ആ പുല്ലി കൂടെ ഒക്കെ അടിച്ച് കയറി മിന്നണം. അതാണ് അതിൻ്റെ ഒരു രസം. ചില നേരത്തെ ആവശ്യമില്ലാത്ത തോന്നല, പണി വാങ്ങി വെക്കും. അതെ, എമിറേറ്റ്സ് റോഡ് റൈറ്റിക്കാന്ന് ബോർഡുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് റൈറ്റ് പോകണം. ചെന്ന് കഴിഞ്ഞ് നല്ലൊരു കുളി എന്തായാലും മസ്റ്റാണ്, 100%. ലെറ്റ്സ് ഗോ ബേബി. അപ്പോൾ ഇത് എമിറേറ്റ്സ് റോഡ് കയറും. എന്തായാലും നമ്മൾ കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ എത്തും. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. ക്യാമറ ഒന്നും ഇല്ലെങ്കിൽ മതി. ഇപ്പോൾ എൻ്റെ ഫൈൻ എനിക്ക് തോന്നുന്നു 2400 ദിർഹംസ് അങ്ങനെ വേണ്ടു ഫൈന്. കാർ ഇപ്പോഴും റിന്യൂ ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യുന്നു. 611 പോകുന്നു. ലെറ്റ്സ് ഗോ. 611 AKA എമിറേറ്റ്സ് റോഡ്. പണ്ട് 311 കുറേ പേർക്ക് എന്നെക്കാളും പഴക്കമുള്ള ഒരുപാട് പേര് ചിലപ്പോൾ വീഡിയോ കാണുന്നുണ്ടാവും. ഞാനാകെ 10 വർഷമായിട്ടുള്ളൂ യു എയിൽ. അതിനുള്ള വിവരം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പക്ഷേ കേട്ടിടത്തോളം ഇപ്പോഴത്തെ 311, ഈ 311 ആയിരുന്നു ആദ്യത്തെ എമിറേറ്റ്സ് റോഡ്. പിന്നെ ഇവിടെ ഈ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ എമിറേറ്റ്സ് റോഡ് പണിതപ്പോൾ ആ റോഡിൻ്റെ പേര് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് എന്നാക്കി. അപ്പോൾ 311 ഇപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡും ഈ റോഡിന് 611 എന്ന് പേരിട്ടു. 611 611 എമിറേറ്റ്സ് റോഡ് ആക്കി. അപ്പോൾ ചിലർ പഴയ എമിറേറ്റ്സ് റോഡ് എന്ന് പറയും 311. അതുപോലെ 611 പുതിയ എമിറേറ്റ്സ് റോഡും. ഇതൊക്കെ ഉള്ളത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെറുതെ വളവളാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. തെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ കൊല്ലരുതാ. എൻ്റെ അമ്മ, അങ്ങോട്ടുള്ള ട്രാഫിക് നോക്കിയാൽ കാർ എടുക്കാതെ നന്നായി. പക്ഷേ ഈ കാലാവസ്ഥയിൽ ബൈക്ക് കൊണ്ട് തന്നെ പോകണം. അതാണ് അതിൻ്റെ ഒരു ഇത്, മനസ്സിലായേ? അതാണ് അതിൻ്റെ ഒരു ഇത്. എൻ്റെ വൈസർ ഊരി ക്ലീൻ ചെയ്യാൻ സമയമുണ്ട്. ഹൈ ടൈം. പൊന്നു, ബൈക്ക് എന്ന് പറഞ്ഞാൽ ഫ്രീഡം. ബൈക്കിൽ കയറി പോയ വേറെ ഒന്നും ഇല്ല എന്ന് പറയും. ചിലപ്പോൾ ക്ലീശയായിട്ട് തോന്നും, പക്ഷെ എന്നാലും ഉള്ളതാ. ബൈക്കിൽ കയറി കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഫ്രീഡത്തിൻ്റെ ഫീലാണ്. എനിക്ക് തോന്നുന്നു ആർക്കും എന്താ പറയുക, പെട്ടെന്ന് നമ്മുടെ അറ്റൻഷൻ പിടിച്ചു വലിക്കാൻ പറ്റില്ലല്ലോ. കാറിൽ പോകുമ്പോൾ ആളുകൾക്ക് നമ്മൾ ഫോൺ പിടിക്കാം, നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും എല്ലാം ചെയ്യും. ബൈക്കിൽ പോകുമ്പോൾ അങ്ങനല്ല. ബൈക്കിൽ പോകുമ്പോൾ ബൈക്ക് ഓടിക്കുക, അത് മാത്രമേ പറ്റുള്ളൂ. ബൈക്ക് ഒരു വികാരമാണ് മക്കളെ. ബൈക്ക് ഓടിക്കുക എന്ന് പറഞ്ഞ വികാരമാണ്. ജിമിനി നമ്മുടെ ഫസ്റ്റത്തെ വ്ളോഗൊക്കെ കണ്ടവർക്ക് അറിയാം. നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിൽ ക്വാളിറ്റിക്ക്. അതായത് കഞ്ഞി പിടിക്കാൻ പറ്റാത്ത സ്ട്രഗിൾ ചെയ്തതല്ല, പക്ഷേ വീഡിയോ ക്വാളിറ്റിക്ക് പല വ്ളോഗിൽ പല രീതിക്ക് ട്രൈ ചെയ്ത് അവസാനം നമ്മളൊരു ഇവിടെ എത്തി. ഈ ഒരു ക്വാളിറ്റിയിൽ അങ്ങ് സെറ്റായി 4K 60. ഞാൻ കഴിഞ്ഞ ദിവസം ആലോചിച്ചു നമുക്കൊരു ഹെൽമെറ്റ് മൗണ്ടും അതുപോലെ ക്യാമറ സെറ്റിങ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. ആർക്കെങ്കിലും അതിലോട് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പറയാം. അതിലിപ്പോൾ എത്ര ആൾക്ക് വ്ളോഗ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിയില്ല. ബൈക്ക് ഓടിച്ച് താല്പര്യമുള്ളവർക്ക് പറയാം, നമുക്കൊരു വീഡിയോ ചെയ്യാം. ഒരു കണ്ടന്റ് ഐഡിയ. ഇതേതാ വണ്ടി ബ്രാൻഡ്? ഈ ഡിഫൻഡർ പോലെ കുറേ എന്താ പറയുക നമ്മുടെ ഇത് ഇറങ്ങിയിട്ടുണ്ട്, ചൈനീസ് വണ്ടികളല്ലേ. ഇതിൻ്റെ ബ്രാൻഡ് എന്താ ആർക്കെങ്കിലും അറിയോ? ഇതിൻ്റെ ബ്രാൻഡ് എഴുതി വായിക്കാനും അറിയില്ലല്ലോ. ചൈനീസാണ് എഴുതി വെച്ചുള്ളത്. അതെന്തോ എഴുതിയിട്ടുണ്ട്, ഓമോയോ. പക്ഷെ വണ്ടി കൊള്ളാല്ലേ, കാണാൻ നല്ല രസമുണ്ട്. ചൈനീസ് വണ്ടികളൊക്കെ ഇപ്പോൾ കിടുവാ. ടെക്ക് ഒരു രക്ഷയില്ലാത്ത ടെക്കാണ്. അയ്യോ, അതിൻ്റെ ഉള്ളിലത്തെ സ്ക്രീൻ നോക്കി എൻ്റെ അമ്മേ, TV അതിൻ്റെ ഉള്ളിൽ ഫ്രണ്ടിൽ. ഈ പമ്പിലോട്ടുള്ള ക്യൂ നോക്കി എൻ്റെ അമ്മോ. അതിൻ്റെ അപ്പുറത്താ ക്യൂ, ഇവിടെ നിന്ന് കാണുന്നില്ലല്ലേ. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾക്ക് എടുക്കാനുള്ള എക്സിറ്റ് എത്തിയെന്നാണ് തോന്നുന്നു. എൻ്റെ കണക്കൂട്ടുകൾ ശരിയാണെങ്കിൽ ഇത് തന്നെയാണ് എക്സിറ്റ് 34. ഇങ്ങനെ ചെന്ന് നമുക്ക് റോഡിൻ്റെ അടിയിലൂടെ ഒരു U-turn എടുക്കണം. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇത് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് എക്സിറ്റ്.
ഇങ്ങനെ ഒരു എക്സിറ്റ് നമ്മൾ ഇതിന് മുന്നേ എടുത്തിട്ടുണ്ടല്ലോ. അന്ന് കഴിഞ്ഞ ഏതോ റൈഡ് പോയ സമയത്ത് ബോബിച്ചൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി. അതെ നമ്മൾ ജബൽ ജയ്സ് പോയ ദിവസം, രാത്രി മിഡ് നൈറ്റ് ജബൽ ജയ്സ് പോയ ദിവസം നമ്മൾ ബോബിച്ചൻ്റെ എക്സിറ്റ് മിസ്സായി. അവസാനം ഇതുവഴി വന്ന് ഇവിടുന്ന് യൂട്ടേൺ അടിച്ചിട്ടാണ് പോയത്. ഇതിന് മാത്രം ക്യൂവോ? സൈഡിൽ കൂടെ അടിച്ചു വിടണോ? വേണ്ട, ക്ഷമ. ആട്ടിൻ സൂപ്പിൻ്റെ ഗുണം ചെയ്യുന്നു. വിൻഷീൽഡ് തുറന്നിട്ടേക്കാം. ആട്ടിൻ സൂപ്പ് വിൻഷീൽഡ് തുറന്നിട്ട് ഓടിക്കാം. പോട്ടെ. പിന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഗിയറുമ്മ പിടിച്ച് വലിക്കേണ്ട കാര്യമില്ല, വണ്ടി അങ്ങനെ പൊക്കോളും. ഞാൻ ആദ്യം എനിക്ക് എന്താ പറയുക, ഓട്ടോമാറ്റിക് ഇഷ്ടാവോ ഇല്ലേ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു യെസ്, ദാറ്റ് വാസ് എ ഗുഡ് ഡിസിഷൻ. പിന്നെ ഇടയ്ക്ക് വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർ റൈഡ് ചെയ്യാം, മാനുവൽ ഓവർ റൈഡ് ചെയ്യാം. 2 ഓപ്ഷൻ ഉള്ളത് നല്ലതല്ലേ. ഇപ്പോൾ നമ്മൾ ലൈസൻസ് എടുക്കുന്ന പോലെ ഓട്ടോമാറ്റിക് ലൈസൻസ് എടുത്ത് ഓട്ടോമാറ്റിക് മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. മാനുവൽ ലൈസൻസ് എടുത്ത് ഓട്ടോമാറ്റിക് മാനുവൽ ഓടിക്കാം. അതുപോലെ തന്നെ പക്ഷേ എന്താ വെച്ചാൽ ഇതിന് മറ്റേ കാലിലുള്ള ഷിഫ്റ്റർ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ആ ഒരു എന്താ പറയുക, ക്ലച്ച് വലിച്ച് ഗിയർ ചേഞ്ച് ചെയ്ത് പോകുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, അത് കിട്ടില്ല. ഇത് കൊള്ളാല് കിട്ടാണൽ, ഒരു വൈബ് ഉണ്ട് കിട്ടാണൽ. ഏതെങ്കിലും നല്ലൊരു സ്പോർട്സ് വണ്ടി ഇതിൽ ചീറിപ്പാഞ്ഞ് വേണം എന്ന് പറഞ്ഞാൽ റവ് ചെയ്ത് പോകണം. അപ്പോഴേ ഇതിൻ്റെ ഈ ടണൽ മുതലാവുള്ളൂ. ഇതിന് മാത്രം ട്രാഫിക് എന്തോ ആ സൈഡിലോട്ട് ട്രാഫിക് ഉണ്ട്, അതാണ് സംഗതി. നമുക്കിനി കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് നമുക്ക് ലൊക്കേഷൻ ഒന്ന്. എന്താ രസം ചന്ദ്രനെ കാണാൻ, ആ ടവറിൻ്റെ ഗ്യാപ്പിലൂടെ ചന്ദ്രേട്ടാ. ഓക്കെ, നമുക്ക് നേരെ ഒരു കാര്യം ചെയ്യാം. ഹൈവേയിൽ കയറി ഉടനെ മാപ്പ് നോക്കണം. നമുക്ക് നേരെ ചെന്ന് ഒരു മെയിൻ ബ്രിഡ്ജിൽ നിന്ന് നമുക്ക് റൈറ്റ് പോകണം. അത് കഴിഞ്ഞ് അവിടുന്ന് പിന്നെ യൂട്ടേൺ എടുക്കണം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നോക്കാം. ഇത്രയും ട്രാഫിക്കാണ്, വെറുതെ അല്ല. എന്തുകൊണ്ടാണ് ദുബായിൽ അല്ലെങ്കിൽ ട്രാഫിക് ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ബൈക്ക് നമുക്ക് അത്യാവശ്യം, അല്ലെങ്കിൽ ബൈക്കിൻ്റെ ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. ഇത് ചെയ്യാൻ പാടുണ്ടോ ഇല്ലയെന്നറിയില്ല, പക്ഷെ നമ്മൾ ചെയ്യേണ്ടി വന്നു. എന്ത് ചെയ്യാം, ചെയ്യേണ്ടി വരുന്നു, വേറെ വഴിയില്ല. കാരണം ട്രാഫിക്കിൽ കുടുങ്ങി നിൽക്കാൻ എനിക്കൊരാഗ്രഹമില്ല. ഇതുകൊണ്ടാണ് കാർ എടുക്കാതെ ബൈക്ക് എടുക്കുന്നത് ഈ സമയം. പക്ഷെ വെതറും കൂടെ നന്നാവണം, എന്നാലേ കാര്യമുള്ളൂ. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് നമുക്ക് ഈ റൈറ്റാണോ, ഈ വരുന്ന റൈറ്റാണോ, അത് കഴിഞ്ഞിട്ടാണോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആണല്ലോ. നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് സൈഡാക്കിയിട്ട് ലൊക്കേഷൻ ഒന്നുകൂടെ നോക്കാം, എന്നിട്ട് മതി. വെറുതെ പിന്നെയും ചെന്ന് കറങ്ങി വഴി തെറ്റണ്ടല്ലോ. ഓക്കെ, ലെറ്റ്സ് ഡു ദിസ്. നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ പാർക്ക് ചെയ്തിട്ട് ബാക്കി നോക്കാം. പക്ഷെ കുദ്ര റൈറ്റാണ്, എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ്. എന്നാൽ ലൊക്കേഷൻ ഒന്നുകൂടെ നോക്കിയേക്കാം, അതാ ബെറ്റർ. നമുക്കൊരു പാർക്കിംഗ് ലൈറ്റ് ഉണ്ടല്ലോ, അതവിടെ ഇവിടെ പാർക്കിംഗ് ലൈറ്റ് ഉണ്ടല്ലോ, ഞാനത് മറന്നുപോയി. അതെ എടുക്കാം. ലൊക്കേഷൻ നോക്കിയിട്ട് മുന്നോട്ട് നീങ്ങാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്ട്രെയിറ്റ് പോകണം, റൈറ്റ് പിടിക്കണം. എന്നിട്ട് റൈറ്റ് പിടിച്ചിട്ട് നേരെ പോവുക. ഫസ്റ്റ് റൗണ്ട് അബൌട്ടിൽ നിന്ന് യൂട്ടേൺ എടുക്കുക. ഇവിടെ ഒരു ഇതെന്താ ബ്രിഡ്ജാണെന്ന് തോന്നുന്നു. സ്ട്രെയിറ്റ് പോവുക. ഓക്കെ, ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് പോകണം. നമുക്ക് പോകാനുള്ളത് എവിടെയെന്ന് അറിയോ? സ്ഥലത്തിൻ്റെ പേരെന്തുവാ? ചെറി വുഡ്സ് ആണ് നമുക്ക് പോകാനുള്ളത്. ഓക്കെ, വെച്ച് പിടിപ്പിക്കാം. ഗ്ലൗസ് ആർ ബാക്ക് ഓൺ, ഹസാർഡ് ലൈറ്റ് ഓഫ്, ആൻഡ് ഹിയർ വി ഗോ. നമുക്ക് നേരെ പോയിട്ട് ഈ റൈറ്റ് എടുക്കണം. കുദ്ര റോഡിന് കയറണം. കുദ്ര റോഡിന് കയറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് റൗണ്ട് അബൌട്ടിൽ നിന്ന് യൂട്ടേൺ എടുക്കുക. ചെറി വുഡ്സ് ആണ് നമുക്ക് പോകുന്നത്, ചെറി വുഡ്സ്. വണ്ടി കഴുകിയിട്ട് എത്രയായി ഈശ്വരാ. ഇവിടെ വരുമ്പോഴേ ടെമ്പറേച്ചർ ഒന്ന് ചെറുതായ പോലെ അല്ലേ? അതെ, ചെറിയ വുഡ്സ് കണ്ടില്ലേ? ചെറിയ വുഡ്സ് 2 കിലോമീറ്റർ യൂട്ടേൺ എടുക്കണം. അപ്പോൾ നമുക്ക് സൈൻ ബോർഡ് ഉള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ചെറിയ വുഡ്സ് നമുക്ക് ഇങ്ങനെ ഇല്ല, റൈറ്റ് എടുത്താൽ പറ്റില്ല. എനിക്ക് തോന്നുന്നു യൂട്ടേണിന് റൗണ്ട് അബൌട്ട് ആണെങ്കിൽ നമുക്ക് ഇത് ഇത് തന്നെ റൗണ്ട് അബൌട്ട് ആണെങ്കിൽ ഇതെടുക്കാം. ഇനി പറയാൻ പറ്റില്ലേ, ദുബായ് ആണ്. ഒരു ദിവസം ചെല്ലുമ്പോൾ അവിടെ റൗണ്ട് അബൌട്ട് ആയിരിക്കും, രണ്ടാമത്തെ ദിവസം ചെല്ലുമ്പോൾ അവിടെ വേറെ വല്ലതുമായിരിക്കും, വല്ല സിഗ്നലോ ജംഗ്ഷൻ പണിതുണ്ടാവും. അമേരിക്കൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞ പോലെ. ഇതാണ് നമ്മൾ ബ്രിഡ്ജാണോ എന്ന് ശങ്കിച്ചത് കഴിഞ്ഞ മാപ്പ് നോക്കിയ സമയത്ത്. അവിടെ ബ്രിഡ്ജല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ബിൽഡിങ്ങിലെ ഈ ലൈറ്റിംഗ് എല്ലാം. നല്ല രസമുള്ള ഏരിയ ചെയ്തിട്ടോ. ഈ ഏരിയക്ക് എന്താ പേര്? കൊമേഴ്ഷ്യൽ അല്ല, റെസിഡൻഷ്യൽ തന്നെയാണല്ലോ. ലെഫ്റ്റ് സൈഡിലൊരു സ്കൂള്, ദുബായ് ബ്രിട്ടീഷ് സ്കൂളോ? അതെ, സ്പിന്നീസ്. കൊള്ളാം, ഏരിയ കൊള്ളാം, എനിക്കിഷ്ടമായി, ബോധിച്ചു. നമുക്ക് ഈ ലൈൻ പിടിച്ച് പോയാൽ ആരെങ്കിലും റൈറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആർക്കും ബുദ്ധിമുട്ടാവോ? ഇല്ലല്ലോ, ഇല്ല. സെക്കൻഡ് ലൈൻ റൗണ്ട് അബൌട്ടിൽ പിടിക്കാം. നടുവത്തെ ലൈൻ പിടിച്ചാൽ ചിലപ്പോൾ ഈ ലാസ്റ്റ് എത്തുമ്പോഴേക്കും നമുക്ക് എക്സിറ്റ് കിട്ടിക്കോണമെന്നില്ല, അല്ലെങ്കിൽ നടുത്ത് പിടിക്കണം, വേണ്ട. ജസ്റ്റ് ആരും കവർ ചെയ്യുന്നില്ലല്ലോ, നോക്കിയാൽ മതി. അത് ലെഫ്റ്റ് സൈഡിൽ കൂടെ റൈറ്റിലോട്ട് പോകുന്ന ആരും ഇല്ലല്ലോ എന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊക്കെ കുഴപ്പമില്ല. വേണ്ട, നമുക്ക് ഈ ലൈൻ തന്നെ പിടിക്കാം, നല്ലത്.
ഈ പെട്രോൾ റൈറ്റ് പോകാൻ മതി, എനിക്കത്രേ ഉള്ളൂ. ഇല്ല, ബസ് ലെഫ്റ്റിലോട്ടാണ്, രക്ഷപ്പെട്ടു. അടുത്ത എക്സിറ്റ് അല്ല, അത് കഴിഞ്ഞിട്ടുള്ള എക്സിറ്റ്. വലിയ റൗണ്ട് അബൌട്ട് ആകുമ്പോൾ ചില നേരത്തെ ആയ കൺഫ്യൂസ്ഡാ. ഓക്കെ, ഇതല്ല, ഇനി അടുത്ത എക്സിറ്റ്. യെസ്, ബസ് കാരണം നമ്മളെല്ലാം ഒരു വഴിയിലോട്ടോ. ഓ, ഈ റൈറ്റ് ഇങ്ങോട്ടാണല്ലോ, ഇതെല്ലാം നമുക്ക് പോകണ്ടേ. ഇത് ക്രെയിനുള്ള വണ്ടി, നമ്മുടെ മറ്റേ ഫൈനൽ ഡെസ്റ്റിനേഷൻ വൈബുകൾ. ഇങ്ങനത്തെ വലിയ ലോറികളും ബസ്സുകളും ഫ്രണ്ടിൽ നമ്മളെ ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓർമ്മ വരും. ആരാതോട്ടെ ഇരുട്ടത്ത് പിള്ളേർ മണൽ കളിക്കുന്നു. നമുക്ക് ഈ ലൈൻ പിടിക്കാം. ഈ ലൈൻ പിടിച്ച് ഈ ഫസ്റ്റ് എക്സിറ്റ്, ഈ എക്സിറ്റ് ആയിരുന്നു മാപ്പിൽ കാണിച്ചതെന്ന് തോന്നുന്നു. ഫസ്റ്റ് എക്സിറ്റ് അൽ റീം സ്ട്രീറ്റ് റൈറ്റിക്ക്. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് എക്സിറ്റ്. അതെ, മീറ ഒയേസിസ്. ഇത് കഴിഞ്ഞിട്ടായിരിക്കും ചെറി വുഡ്സ്. ചെറി വുഡ്സ്, അത് തന്നെ സൈൻ ബോർഡ് ഉണ്ട്. യെസ്, വെരി നൈസ്. ലെറ്റ്സ് ഗോ. നമ്മുടെ വാച്ചിൻ്റെ ലുക്ക് തന്നെ മാറാൻ പോവുകയാണ് മക്കളെ. 2 വർഷത്തിന് ശേഷം ബ്രേസ്ലെറ്റ് ചേഞ്ച് ചെയ്യുമോ നമ്മൾ? 2 വർഷത്തിന് ഒരിക്കലൊക്കെ ബ്രേസ്ലെറ്റ് ചേഞ്ച് ചെയ്യാം. ഇത് തന്നെ ആയിരിക്കും ചെറിയ വുഡ്സിലുള്ള എക്സിറ്റ് ആണെന്ന് പറയൂ പ്ലീസ്. ഇത് തന്നെ. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യണം എന്ത് വില്ല നമ്പറും ബാക്കി ഏരിയ എവിടേക്കാന്നുള്ളത്. അപ്പോൾ ഇവിടെ ചെന്നിട്ട് ഇവിടെ നിന്ന് എവിടെയോ നമുക്ക് ലെഫ്റ്റാണ് പോകുള്ളത് എൻ്റെ ഓർമ്മയിൽ. അതോ അവിടെ ചെന്ന് യൂ ടേൺ എടുത്ത് വരണോ? അല്ല, ഇതിൻ്റെ എൻട്രി അവിടെ നല്ല രസമുള്ള ഏരിയ കേട്ടോ. ഷോ കൊള്ളാലോ. പക്ഷെ ഇതിൻ്റെ എൻട്രി ഇവിടെ. ഓക്കെ, നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ വന്നിട്ട് വഴി ഒന്നുകൂടെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യാം. ചകഞ്ച നമ്മളിപ്പോൾ ഇവിടെയുള്ള. ഓക്കെ, ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകണം. എന്നിട്ട് റൗണ്ട് അബൌട്ട് ഒന്ന് യൂ ടേൺ എടുത്ത് ഉള്ളിൽ പോവാം. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ലെഫ്റ്റ് പിടിച്ച് അരി പിടിച്ച് പോകേണ്ടി വരും. ഈ ഏരിയ എനിക്ക് പെരുത്ത് ഇഷ്ടമായിട്ടോ. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ റൗണ്ട് അബൌട്ട്. ഇവിടെ നിന്നൊരു യൂ ടേൺ എടുക്കണം. ഇവിടുന്ന് യൂ ടേൺ എടുത്ത് ഇവിടുന്ന് അങ്ങനെ കയറണോ? ഷിറ്റ്. അപ്പോൾ അതായിരുന്നില്ല, നമുക്ക് അങ്ങനെ കയറണം. അപ്പോൾ തിരിച്ച് ഒന്നുകൂടെ റൗണ്ട് അടിക്കണം. ഇവിടുന്ന് ഒന്നുകൂടെ തിരിക്കണം. വണ്ടിയൊന്നും വരുന്നില്ലല്ലോ. ഇല്ല, നമ്മൾ തന്നെ ഉള്ളൂ. ട്രൈ ടു. അയ്യോ, ഹമ്പ്. ഇനിയിപ്പോൾ ഐഡിയ എല്ലാം കൊടുക്കേണ്ടി വരുമെന്നോ? അങ്ങനെ അവിടുത്തെ ചടങ്ങ് കഴിഞ്ഞു. നമുക്കിനി നേരെ പോകേണ്ടത് ലെഫ്റ്റ് പിടിച്ച് പോകണം. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ്, എന്നിട്ട് പിന്നെയും ലെഫ്റ്റോട് ലെഫ്റ്റ്. ഇവിടെ തന്നെ. ഇത് ഭയങ്കര പസിലാണല്ലോ. കിടിലൻ ഏരിയ അതാ. ഷോ ടെസ്റ്റിലേക്ക് ഉണ്ടല്ലോ പക്ഷേ അടുത്ത്. ഇത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് റെക്കോർഡിങ് ക്ലോസ് ചെയ്യണം. വി നീഡ് ടു റെസ്പെക്ട് യുവർ പ്രൈവസി. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ബ്രേസ്ലെറ്റ്, ജൂബിലി ബ്രേസ്ലെറ്റ്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇത് വൃത്തിക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് നേരെ തിരിച്ചു വിടാം. ലെറ്റ്സ് ഗോ ഹോം. അപ്പോൾ നമ്മുടെ സ്ട്രാപ്പ് ചേഞ്ചിങ് പരിപാടി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ റോങ് സൈഡാണോ പോകുന്നത്? നമുക്കിനി എക്സിറ്റ് നോക്കി പോകണം. ഓക്കെ, എക്സിറ്റ് ചെയ്ത സൈഡ് എടുക്കാം. എക്സിറ്റ് ലെഫ്റ്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ. അതേണ്ടി നിൽക്കുന്നു. അത് തന്നെ നമ്മുടെ എക്സിറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഈസിയാണ് എക്സിറ്റ്. വലിയ കൺഫ്യൂഷൻ. ഷിറ്റ്, doesn't go there. ഓക്കെ, നമ്മളൊരു റിസ്ക് എടുക്കാൻ പോവാണ്. ഇങ്ങനെ ഇറങ്ങാൻ പറ്റുമോ? ഇങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ തന്നെ ഇറങ്ങണം. കോപ്പ്. പ്ലാൻ ഫെയിൽഡ്. പിന്നെ എന്തിനാണോ അവിടെ എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ആരോ മാർക്കിട്ട് വെച്ചിരിക്കുന്നത്? ആളെ പറ്റിക്കാൻ. എനിവേസ്, നമുക്കപ്പോൾ ഇങ്ങനെ പിടിക്കാം. പക്ഷേ അങ്ങനെ കയറാൻ പറ്റിയെങ്കിൽ നൈസായിരുന്നു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു ആ ഫുട്പാത്തിൻ്റെ മേലെ കയറ്റിയത്. ഇവിടെയൊക്കെ ഒറ്റയടിക്ക് ബ്രേക്ക് ചെയ്യാനും പേടിയാണ്. എങ്ങനെ സ്കിഡായി പോയാലോ. Here we go. എത്തിയിരിക്കുന്നു മക്കളെ, എക്സിറ്റ് എത്തിയിരിക്കുന്നു.
അങ്ങനെ പുതിയ വാച്ചിൻ്റെ ബ്രേസ്ലെറ്റുമായി വി ആർ ഹെഡിങ് ബാക്ക് ഹോം. അപ്പോൾ ഇവിടുന്ന് നമുക്കിനി റൈറ്റാണ്, നമുക്കിനി മാപ്പൊന്നും വേണ്ട. ഇനി ഇതൊക്കെ വളരെ ഈസി അല്ലേ മകളേ. ലെറ്റ്സ് ഗോ. നമുക്ക് 311 പിടിക്കാം. നമ്മൾ 611 വെച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്ന്, 311 പിടിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഓ, ഈ ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആട്ടോ. നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ബ്രേസ്ലെറ്റ് എന്താ പറയുക, അതിൻ്റെ ലിങ്കുകൾ അത്യാവശ്യം വലിപ്പം ഉണ്ടായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഇതുണ്ട്. ഇത് കുഞ്ഞു 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 ലിങ്കുകളായതുകൊണ്ട് നല്ല കംഫർട്ടാണ്, ഇടുന്നത് അറിയുന്നില്ല. നല്ല നമ്മുടെ റിസ്റ്റ് ഹഗ് ചെയ്ത് കിടക്കുക. ഡിഫൻഡർ ബേബി, ഡിഫൻഡർ ഒരു പ്രൗഡി തന്നെ. ഇങ്ങനെ എന്തോ ഒരു ഉത്സാഹം ഇല്ലാത്ത അങ്ങ് പോവാൻ. പോട്ട് 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 ഡിഫൻഡർ അങ്ങ് പോട്ട്, കമോൺ. അതൊക്കെ പോകാനും താല്പര്യമില്ല. നമുക്ക് ക്ലാസ് താഴ്ത്തി ഇനിയിപ്പോൾ നല്ല താല്പര്യം ഉണ്ടാവും. വലിയ റോഡ് വരുമ്പോൾ ഇപ്പോൾ അടിച്ച് കിണ്ടി പോകേണ്ടി വരും. നമുക്ക് പോവാം. That was good. That was good. എമിറേറ്റ്സ് റോഡ് പിടിക്കാം. നമുക്ക് 311 പിടിക്കാം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ് പിടിക്കാം. സ്ട്രെയിറ്റ് പിടിക്കാം. എമിറേറ്റ്സ് റോഡ് അൽ ഷാർജ വേണ്ട. എമിറേറ്റ്സ് റോഡ് ഈസ് ബോറിങ്. എമിറേറ്റ്സ് റോഡ് ഒരു എന്താ പറയുക, ഒരു ജീവനില്ലാത്ത റോഡാണ്. ഒന്നുമില്ല, ഹൈവേ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക. മറ്റേതാകുമ്പോൾ 311 ആകുമ്പോൾ രസമാണ്. കുറച്ച് ഗ്ലോബൽ വില്ലേജ്, ഒരു IMG വേൾഡ്, അങ്ങനെ 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 ഓരോന്നായിട്ട് അങ്ങനെ നല്ല രസമായിട്ടിരിക്കും. അൽ ഖുദ്ര സ്ട്രീറ്റ്. ഇത് കോട്ടുവായിടണം. നേരെ 8 മണി പോലും ആയിട്ടില്ല. ഓക്കെ, സ്പീഡ് കുറഞ്ഞു. അതാണ് താഴെ റെഡ് കളർ കാണുന്നത്. സ്പീഡ് ലിമിറ്റ് കുറച്ചതിൻ്റെ ഭാഗമായിട്ട് 90 കിലോമീറ്റർ ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് 110 വരെ പോവാം. ഇതെന്താ ഈ മോറിൻ്റെ ഏത് മോളോ അത്? ഈ മോളേതാ? ആസ്റ്റർ ഉണ്ട്. ദ റാഞ്ചസ് സൂക്ക്, അറേബ്യൻ റാഞ്ചസ്. അറേബ്യൻ റാഞ്ചസ്. 611 കയറുന്നതും 311 കയറുന്നതും വലിയ വ്യത്യാസമില്ല കേട്ടോ. അത് ദൂരം അധികമില്ല. ഇവിടുന്ന് നേരെ പോയി റൗണ്ട് അബൌട്ടിൽ നമ്മൾ നേരെ പോകണം. നേരെ പോയിട്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ് പിടിക്കാം. നമുക്ക് ഈ ലൈൻ തന്നെ പിടിക്കാം. ഇടയിൽ കൂടെ പോകുന്നുണ്ട് ആരെങ്കിലും? നമുക്കങ്ങ് കയറിയാലോ? എക്സ്ക്യൂസ് മീ. താങ്ക് യു. ഫിയറ്റിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് കയറ്റാം. താങ്ക് യു. നമ്മളാണോ? ഇയാൾ ഇപ്പോഴേ പോകാൻ തുടങ്ങിയല്ലോ. നമ്മൾ അയാൾക്ക് അറിയായിരുന്നു അടുത്ത് നമ്മളാണ്. കൊച്ചി ഗള്ള്. ഞാൻ വിചാരിച്ചു ആ വണ്ടികൾ ഇവിടുത്തെ വരുന്നത്. മത്സരം ചഞ്ചക്ക. അയ്യോ, ഈ എക്സിറ്റ് ആണോ? ഓ ഷിറ്റ്. ടു ദുബായ് അല്ലൈൻ റോഡ് അല്ല, നമുക്ക് ഈ എക്സിറ്റ് അല്ല, അടുത്തതാണ് ദുബായ് അല്ലൈൻ റോഡ്. നേരെ പോയാൽ ദുബായ് ഇൻവെസ്റ്റ്മെൻറ്റ് പാർക്ക്, അത് അങ്ങോട്ടാണ് നമുക്ക് പോകാനുള്ളത്. അൽ ഖുദ്ര, ഉംസുക്കയും ഈ വലിയ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, വലിയ റൗണ്ട് അബൌട്ട് ആകുമ്പോൾ എപ്പോഴും കൺഫ്യൂഷനാണ്. റൈറ്റ് പോയ ഉംസുക്കയും ജുമേറ, നേരെ പോയ അതെന്തൊരു ബോർഡാണ്, കൺഫ്യൂസിങ് ആണല്ലോ. അത് ചെരിച്ചു വെച്ചിട്ട് എങ്ങനെ ഏത് സൈഡ് എടുക്കാമെന്നുള്ളൊരു ഐഡിയ ഇല്ല. ഉംസുക്കയും ജുമേറ ഇത് തന്നെ. ഉംസുക്കയും നമുക്ക് പിടിക്കാനുള്ളത്. കമോൺ ബേബി, ടു ദ റൈറ്റ്. ഓക്കെ, ഇത് തന്നെ. ലെറ്റ്സ് ഗോ. അവന്മാരൊക്കെ എന്താ കോൺഫിഡൻസിലേ വണ്ടികൾ ലീൻ ചെയ്തെടുക്കാൻ. ഡെലിവറി ബോയ്സ് നമ്മളെക്കാൾ റേസ്. വെയിറ്റ് ഹബീബി. ഷെയർ ദ റോഡ്, ലുക്ക് ഔട്ട് ഫോർ ഓൾ റോഡ് യൂസേഴ്സ്. ഓക്കെ, ഡൺ. ഓക്കെ, നേരെ പോയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ്. ഇവിടെയൊക്കെ റോഡ് ഇതെന്താ വരിക? ബ്രിഡ്ജാണോ മെട്രോ ലൈനാണോ? മെട്രോ ലൈനൊന്നുമില്ല, ബ്രിഡ്ജായിരിക്കും. റൈറ്റ് സൈഡിൽ അറേബ്യൻ റാഞ്ചസ്. ഇതെന്താ പള്ളിയാണത്? കൊള്ളാല കിടിലം പള്ളി. ഏതെങ്കിലും ഒരു ലൈനിൽ കൂടെ പോടുമോ? ഒന്നുകിൽ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ്. അവിടെ നിൽക്കാം, ഞങ്ങൾ പോട്ടെ. അയ്യോ, ഇയാളെന്താ റിവേഴ്സ്? ഇയാൾ വഴി മാറി അങ്ങോട്ട് കയറി തോന്നുന്നു. പിന്നെ കണ്ടെയ്നർ ലോറീസ്. ഇതാണ് നമ്മുടെ റോഡ്. 311 പോകാനാ രസം. മറ്റേത് ഭയങ്കര ഒരു എന്താ പറയുക, ശരിക്കും ഒരു ജീവനില്ലാത്ത റോഡാണ്.
ഇതാകുമ്പോൾ ഒരുപാട് വണ്ടികളുണ്ട്, രണ്ട് സൈഡിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ മാറ്റുണ്ട്. മറ്റേത് ഒരേപോലെ കിടക്കുക, രണ്ട് സൈഡിലും വലിയ വ്യത്യാസമൊന്നുമില്ല. കുറേ സമയത്തേക്ക് ഒരേ സ്ഥലത്തൂടെ വണ്ടി ഓടിക്കുന്ന പോലെ ഇങ്ങനെ തോന്നും. ഓ സിറ്റി സിവിക്കാണത്, കൊള്ളാമല്ലേ, നല്ല നൈസായിട്ട് സ്പോയിലറൊക്കെ വെച്ചിട്ട്. പറയാൻ പറ്റില്ല, ഏതെങ്കിലും മലയാളിയുടെ വണ്ടിയാവും. ഒരുവിധം കിടലൻ വണ്ടികളൊക്കെ മലയാളികളുടെയാണ് ദുബായിൽ. മലയാളികളേതാ മുതൽ? ചൂസ് മീ. ഞാനങ്ങോട്ട് ഈ ഗ്യാപ്പിൽ ഇരുന്നാൽ ചിലപ്പോൾ അങ്ങോട്ട് ഓക്കെ ലെറ്റ്സ് ഗോ. എനിക്ക് തോന്നുന്നു നമ്മൾ ഫോഗ് ലാമ്പ് ഇടേണ്ടി വരും, ഇല്ലെങ്കിൽ ആരും അത്ര അങ്ങനെ ഗൗനിക്കില്ല. ഫോഗ് ലാമ്പ് ഇട്ടേക്കാം. ഓക്കെ, ഫോഗ് ലാമ്പ് ഇരിക്കട്ടെ. നമുക്ക് തേർഡ് ലൈൻ മതി. ഫാസ്റ്റ് ട്രാക്കിൽ പോയി എന്തിനാ വെറുതെ പ്രഷർ കൂട്ടുന്നു? വേണമെങ്കിൽ സെക്കൻഡ് ലൈനൊക്കെ പിടിക്കാട്ടോ. ഷെയർ ദ റോഡ്, ലുക്ക് ഔട്ട് ഫോർ ഓൾ റോഡ് യൂസേഴ്സ്. അത് നല്ലൊരു മെസ്സേജ് അല്ലേ? ഷെയർ ദ റോഡ്, ലുക്ക് ഔട്ട് ഫോർ ഓൾ റോഡ് യൂസേഴ്സ്. എല്ലാവർക്കും ഓടിക്കേണ്ട നിന്റെ തന്തയുടെ വകയല്ല ഈ റോഡ് എന്നാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഹെൽമെറ്റിനുള്ളിലെ റേഡിയോ. അതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ടോസ്റ്റഡ് ത്രോട്ടിൽ FM, ഇൻസൈഡ് ദ ഹെൽമെറ്റ് FM. ഗ്ലോബൽ വില്ലേജ് വരുന്ന ഒക്ടോബർ, ഈ മാസം തുടങ്ങുമല്ലോ. ഈ ഒക്ടോബർ 15 അങ്ങനെ ഒന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറേ ആയി പോയിട്ട്. ഈ സീസണിലെങ്കിലും ഒന്ന് ജസ്റ്റ് പോകണം. എപ്പോഴും വിചാരിക്കും പോവാലോ, അതവിടെ ഉണ്ടല്ലോ, അതവിടെ ഉണ്ടല്ലോ. അതങ്ങനെ സമയം ബൈക്കുകാരൊന്നും ഇവർക്കൊരു വില ഇല്ലല്ലേ. തെല്ലബിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഗ്ലോബൽ വില്ലേജിൻ്റെ പാർക്കിംഗ്. ഇതിനിപ്പോൾ ഈ മാസം ഒരു പകുതി കഴിയുമ്പോഴേക്ക് തിരക്കി നിറയും ഈ പാർക്കിംഗ് എല്ലാം. 9 days to go. അതേ കൗണ്ട് ഡൗൺ അത് 9 days to go. ഇപ്പം എന്നാ 9 days എന്ന് പറയുമ്പോൾ ഇന്ന് എത്ര ഡേറ്റ്? ഇന്ന് 6, 9, അതെ 15. ഇനിയിപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നേരെ വീട്ടിൽ ചെല്ലുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വാച്ച് ഒന്ന് കാണിച്ചു തരുന്നു. അത് കഴിഞ്ഞ് നേരെ ഈ ഫുട്ടേജസ് എല്ലാം അപ്ലോഡ് ഇടുന്നു ഏബിളിന് എഡിറ്റ് ചെയ്യാൻ. എന്നിട്ട് നേരെ നല്ലൊരു കുളിക്കാൻ പോകുന്നു. കുളിച്ച് കഴിഞ്ഞ് വന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും അപ്ലോഡെല്ലാം തീരും. അപ്പോൾ നാളത്തേക്ക് മിക്കവാറും വ്ളോഗ് സെറ്റാവും. ഓ, നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ ഏതോ ഒരു എപ്പിസോഡ് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ചെയ്യണം. എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കിടക്കുന്നത്. ബാക്കിൽ ഒരുത്തൻ ലൈറ്റ് ഇട്ട് കാണിക്കുന്നത്. പൊക്കോ പോണ്ടേ? ബാക്കിലുള്ള വണ്ടി ലൈറ്റൊക്കെ ഇട്ട് ഫ്ലാഷൊക്കെ ചെയ്ത് കാണിച്ച് പോണ്ട. എനിക്കൊന്ന് വിൻ്ററിൽ മാക്സിമം നമ്മൾ ബൈക്ക് എടുത്തിട്ട് പോയാലേ കുറേ കാശ് ലാഭിക്കാം, സമയം ലാഭിക്കാം. ഒന്ന് ജിമ്മിനി നമ്മളിത് ട്രാഫിക്കിൻ്റെ ഇടയിലൂടെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് മറ്റേ വണ്ടിയാണോ? നമ്മുടെ എന്താ പറയുക, കക്കൂസ് കുഴി കൊണ്ടുവന്ന സ്വീറ്റ് വാട്ടർ. അതല്ല, സ്വീറ്റ് വാട്ടർ വേറെന്തോ അല്ലേ? സ്വീറ്റ് വാട്ടർ എന്തായിരുന്നു? ട്രാഫിക്ക് തുടങ്ങി. പക്ഷെ നമുക്ക് വലിയ പ്രശ്നമില്ല. നിങ്ങളെ നോയിഷായിട്ട് ഇങ്ങനെ പോവാം. ഇത് കണ്ടു ഏതാ വണ്ടി ഏതാ? ഡിഫൻഡറാണോ? ഒറ്റ നോട്ടത്തിൽ ഡിഫൻഡർ. എനിക്കൊന്നും മറ്റേ ടാങ്കാണ്, ടാങ്കിൻ്റെ ഡിഫൻഡറിൻ്റെ കോപ്പി. അതെ, ടാങ്കിൻ്റെ വണ്ടിയാണ്. പക്ഷേ ഈ ടാങ്കിൻ്റെ ഈ വണ്ടി കൊള്ളാട്ടോ. ഫുൾ ബ്ലാക്കിൽ നല്ല രസമുണ്ട് കാണാൻ രാത്രി. ഇതിപ്പോൾ പൊടി പിടിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഈ വണ്ടി ഞാൻ എപ്പോഴോ ഞാൻ ശ്രദ്ധിച്ചു. ഈ വണ്ടി കൊള്ളാം, പക്ക ഡിഫൻഡർ തന്നെ. ഡിഫൻഡറിൻ്റെ ഒരുപാട് കോപ്പി ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ ചൈനീസ് കമ്പനിക്കും ഡിഫൻഡറിൻ്റെ ഓരോ വണ്ടിയുണ്ട്. ഓ, ജൈടെക്സ് തുടങ്ങാറായിട്ടോ. ജൈടെക്സ് എനിക്ക് തോന്നുന്നു ഈ തിങ്കളാഴ്ച ഞാൻ തുടങ്ങുന്നു തോന്നുന്നു. അതെ, അത് തുടങ്ങിയോ? ജൈടെക്സ് എന്താണെന്ന് അറിയാത്തവരാരും ഉണ്ടാവില്ല. മിക്കവാറും എല്ലാവർക്കും അറിയേണ്ടതാണ് ജൈടെക്സ്. നമ്മുടെ ടെക് ഫെസ്റ്റിവൽ എന്ന് വേണമെങ്കിൽ പറയാം. ഓ, ജൈടെക്സിൻ്റെ കുറേ വീഡിയോ, ഇനിയിപ്പോൾ ഷസാമിൻ്റെ കുറേ വീഡിയോ ഉണ്ടാവും ജൈടെക്സ്. ഷസാം എന്തായാലും ഉണ്ടാവും ജൈടെക്സിൽ. ജൈടെക്സിന് പോകണമെന്നുണ്ട്, പക്ഷേ ഞാൻ പോയിട്ട് എന്ത് ചെയ്യാൻ ഞാൻ ജൈടെക്സ് പോയിട്ട്. എൻ്റെ വാട്സപ്പിൽ എത്ര മെസ്സേജ് കിടപ്പുണ്ടെന്ന് പറയാം, റിപ്ലൈ ചെയ്യും. ആളുകൾ വിചാരിക്കണ്ടോ ഇവന് വലിയ തലക്കനാണ്. നാളെ ഇരുന്ന് എല്ലാം ക്യാച്ചപ്പ് ചെയ്യണം. ഓടിച്ച് വീട്ടിലേക്കുള്ള എക്സിറ്റ് മറക്കാഞ്ഞാൽ മതി. മിസ്സായിട്ടില്ലല്ലോ.
ഏയ് ഒരു വൈബിൽ അങ്ങനെ ബൈക്ക് ഓടിച്ചു പോവും. കുറേ കഴിയുമ്പോഴാണൊക്കെ വീട്ടിൽ പോകാറായില്ലേ. ഇവിടെയൊക്കെ ഒരു ട്രക്ക് റെസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. 2 ട്രക്കിൻ്റെ ഇടയിൽ ഒരു ബസ്, ഒരു ട്രക്ക്. ഇതൊക്കെ ഏതിടെ ബിൽഡിങ്? ചില ദിവസങ്ങൾ വന്നു നോക്കുമ്പോൾ ഇതൊക്കെ ഞാൻ വരാറുള്ള വഴി തന്നെയാണോ എന്നൊക്കെ തോന്നിപ്പോവും. ഏതാ ബിൽഡിങ്? എൻ്റെ അമ്മോ, നല്ല രസമുണ്ടല്ലോ. ഓ, നല്ലൊരു കുഞ്ഞു ക്യൂട്ട് വണ്ടി. ഏതാ? ഡൈഹാറ്റ്സു ടെറിയോസ്. ഒരു ക്യൂട്ട് SUV, ജിമിനിയൊക്കെ പോലെ. അമ്പോ, ട്രാഫിക് നോക്ക്. ഇപ്പോഴാണ് നമ്മൾ ബൈക്ക് എടുത്തത് നന്നായി എന്ന് തോന്നുന്ന നിമിഷങ്ങൾ. കാറെടുക്കാതെ ബൈക്കും കൊണ്ട് ഇറങ്ങി എന്ന് തോന്നാം. അപ്പോൾ ഇനി നല്ല നൈസായിട്ട് പോലീസൊന്നും ഇല്ല എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് സൈഡിൽ കൂടെ ഒന്ന് വലിപ്പിച്ച് നോക്കാം. ആരും പ്രശ്നമൊന്നും കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സമയത്തിന് അവിടെ എത്തും. എല്ലാവരോടും കൂടിയാണ് ഞാൻ പറഞ്ഞില്ല എന്താണ്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ, ഇങ്ങനെയൊന്നും ചെയ്യാനേ പാടില്ല, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. മനസ്സിലായല്ലോ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ, എല്ലാം ക്ലിയർ അല്ലേ? ചെയ്യാൻ പാടുള്ളത് മാത്രമല്ല, ചെയ്യാൻ പാടില്ലാത്തത് നമ്മൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അതാണ് അതിൻ്റെ ശരി. മനസ്സിലായില്ലേ? നീ മനസ്സിലായില്ലേ? അതാണ് സംഗതി. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മൾ ഇതുകൊണ്ട് കാണിക്കുന്നത്. ഓക്കെ, ആ റീകവറി വണ്ടി സൈഡ് അടുപ്പിച്ച് വരുന്നുണ്ട്. എടാ ഒരു ഗ്യാപ്പ് താടേ, ഞാനങ്ങ് പൊക്കോട്ടെ പ്ലീസ്. ഇഫ് യു ക്യാൻ ഗീവ് എ ഗ്യാപ്പ് പ്ലീസ്. യാ, ഓക്കെ, ഗുഡ്. താങ്ക് യു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമ്മുടെ ബാക്കിലൊരു ബൈക്കുകാരൻ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇല്ല, we made it. പോലീസൊന്നും ഇല്ല, കണ്ടിട്ടില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ പോക്കല്ല. കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലാതെ ആലോചിച്ച് നോക്ക്, ഞാൻ എപ്പോൾ എത്താനാണ് ഇങ്ങോട്ട്? എൻ്റെ തല നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ട് കേട്ടോ. മിക്കവാറും നല്ല നൈസായിട്ട് നമുക്ക് നമ്മുടെ വിൻഷീൽഡ് അങ്ങ് തുറന്നേക്കാം. There we go. Now that feels good. നൂൺ ചേട്ടാ ഞാനങ്ങ് പോക്കോട്ടെ. താങ്ക് യു. ഓക്കെ, ഒരുവിധം നമ്മളിവിടെ എത്തിച്ചു. ഇനി ആ ടേണിങ് അങ്ങ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് എടുക്കരുത്. വെരി ഗുഡ്, താങ്ക് യു. ബാഗ് വെച്ചിരുന്നെങ്കിൽ ഈ പോക്കൊന്നും പോകാൻ പറ്റുന്നുണ്ടായില്ല. This is why we need a motorcycle. Oh my god, that was tight. That was tight. പോട്ടെ ചേട്ടന്മാരെ, വിട്ടോ, ലെറ്റ്സ് ഗോ. ആ, ബെസ്റ്റ്. നല്ല ടീം, നല്ല ബസ്. അവിടെ റോഡിൻ്റെ നടുക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യാം, പൊളിച്ച്. ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ എനിക്ക് ഗ്യാപ്പ് തന്നാൽ നമുക്ക് മെല്ലെ നൈസായിട്ട് പോകായിരുന്നു. ആ സൈഡ് പിടിച്ചാൽ ചിലപ്പോൾ ആ സൈഡ് അവിടെ അത്ര പോരാ, മണ്ണിൻ്റെ അങ്ങോട്ടുള്ള എഡ്ജ് കുറച്ച് ഷാർപ്പാണ്. ഇനി അധികം റിസ്ക് എടുക്കാതെ ഇങ്ങനെ പോകാം. ഈ കൊറോളയുടെ ഹാച്ച് ബാക്ക് നല്ല രസമാട്ടോ. എസ്പെഷ്യലി ഇതിൻ്റെ ഒരു ഹാച്ച് ബാക്ക്, ബ്ലൂ കളറിലൊരു ഹാച്ച് ബാക്ക് വെർഷൻ ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഫുട്പാത്തിന് മേലെ കൂടെ ഒക്കെ അടിച്ച് കയറ്റി അങ്ങ് പോവാം, പക്ഷേ അഹങ്കാരമായി പോകും. അത് ശരിയല്ല. ഒരു പരിധി വരെയൊക്കെ നമുക്ക് എന്താ പറയുക, താന്തോന്നി. അതെ, പിന്നെയും എന്തോ ഇവര് കാണിക്കുന്നത് ഈ ബസ്സുകാരന്. ഓക്കെ, സൈഡിൽ കൂടെ ഉള്ളിൽ കൂടെ ആംബുലൻസ്. നമുക്കൊരു നൈസായിട്ട് ഗ്യാപ്പ് പിടിക്കാം. താങ്ക് യു. ബസ്സുകാരൻ അവിടെയൊക്കെ നിർത്തി ചോദിച്ച് വരട്ടെ. റോഡിൽ പോകുന്ന വഴിക്ക് വണ്ടി നിർത്തി ഡ്രോപ്പ് ചെയ്ത് ഗ്യാപ്പ് മെല്ലെ പിടിച്ചു നോക്കിയാലോ. കിട്ടി. യെസ് ബേബി, we got it. Okay, next. Ooh, that was close. That was very close. We got this. ഒരു ഗ്യാപ്പ് തന്നാൽ ഞാനങ്ങോട്ട്. താങ്ക് യു. ഒരുവിധം ഇവിടെ എത്തി. ഇയാൾ കരുതി കൂട്ടി എന്നെ ബ്ലോക്ക് ചെയ്യണം. ആ, ഇനി റൗണ്ട് അബൌട്ട് എത്തി. ഇനി അധികം കനന്തിരിവൊന്നും കാണിക്കണം. നമ്മൾ മാന്യന്മാരായി, കാരണം നമ്മൾ എത്താറായില്ലേ. ഇനി നമ്മൾ മാന്യതയുടെ പര്യായം. മാന്യതയുടെ വേറൊരു പേരാണ് നമുക്ക് ഇവിടുന്ന് യൂ ടേൺ എടുക്കണം. അപ്പോൾ ആർക്കും ഇവിടുന്ന് റൈറ്റ് തിരിയണ്ട എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാം. സോറി. യെസ്, ഓക്കെ, ഡൺ ബേബി, we did it. Oh,
ഇതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് മക്കളെ. ബൈക്കും കൊണ്ട് ഈ പോകുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണോ. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് വഴി കയറ്റിയാൽ കണ്ടം വഴി ഓടേണ്ടി വരും, കാരണം അവിടെ ഒരു ഡിവൈഡർ വരുന്നുണ്ട്, തിരിച്ച് കയറാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇയാളെ പുറകെ തന്നെ പിടിക്കാം. ട്രക്കുകാരാ റൈറ്റിലോട്ടാണോ? അല്ല. ലെഫ്റ്റിലോട്ടാണോ? അതും അല്ല. ആ ലൈനിൽ തന്നെ പിടിച്ച് പോകണോ? അതെ. അപ്പോൾ പിന്നെ അങ്ങനെ പൊക്കോ, നമ്മളിങ്ങനെ പോകാം. കൺസ്ട്രക്ഷനോട് കൺസ്ട്രക്ഷൻ, എല്ലായിടത്തും കൺസ്ട്രക്ഷൻ. പണിത് ബിൽഡിങ്ങുകൾ അങ്ങനെ ഉയരുക, ഒരു ഗത്യന്തരമില്ലാത്ത പോക്കിലങ്ങനെ പോവാം. ഇവിടെയും ബിൽഡിങ്ങായി. എന്നാൽ ഈ ഫുഡ് പാൻ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്ത് വൻ ചതിയായിപ്പോയി. ഞാൻ സ്ഥിരമായിട്ട് ഷവർമ വാങ്ങിക്കൊണ്ടിരുന്ന സ്ഥലം. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഇനി നമുക്ക് വാച്ച് കാണിച്ചു തരാം. ഒന്ന് അവിടെ എത്തട്ടെ. ഇയാൾ ഹസാർഡ് ലൈറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, എന്താ ഉദ്ദേശം? ഓക്കെ, നമുക്കിങ്ങനെ പോകാം. അപ്പോൾ ദേ വീട്ടിലെത്തിയിരിക്കുന്നു. ഇനി നമ്മൾ ഗുഡ് ബൈ പറയുന്നതിന് മുന്നേ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ജൂബിലി ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞ സാധനം. വെരി കംഫർട്ടബിൾ ബ്രേസ്ലെറ്റ് ഇടുവാണെങ്കിൽ, അതായത് വാച്ചിന് ബ്രേസ്ലെറ്റ് ഉണ്ടെങ്കിൽ ജൂബിലി ഇടണം. അത് കണ്ടോ, നല്ല കംഫർട്ട് എന്ന് പറഞ്ഞാൽ നല്ല കംഫർട്ട്. കാരണം കുഞ്ഞു ലിങ്ക് ആയതുകൊണ്ട് ഈസിയാണ്. എനിവേസ്, സോ ന്യൂ ഓക്കെ, നൈസ്. ഒന്ന് അനങ്ങിയാൽ. അപ്പോൾ ഗൈസ്, അതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ. വാച്ച് അതാ ഇപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല വാച്ച്. പുതിയ ബ്രേസ്ലെറ്റ് എങ്ങനെയുണ്ട് മിററിൽ? ഓഫ്, തനി എന്താ പറയുക, റോളക്സ് വൈബ് കൊള്ളാം. ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ.